നമസ്കാരം. പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ പ്രേംകുമാറിനെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. കൊലപാതകങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതി ഒളിവിലാണ്. സംശയരോഗത്തെ തുടർന്നാണ് ഭാര്യ രേഖയെയും അമ്മ മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തുന്നത്. പ്രേംകുമാറിനെ പിടികൂടാൻ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നതാണ് സൂചന. MBA വിദ്യാഭ്യാസമുള്ള പ്രേംകുമാർ 4ഓളം ഭാഷകൾ നന്നായി സംസാരിക്കുമെന്നാണ് വിവരം. ഹോട്ടൽ മാനേജ്മെന്റ് പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനാൽ ഇയാൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ആദ്യ ഭാര്യയായ വിദ്യയെ കൊന്ന കേസിലും പ്രതിയാണ് പ്രേംകുമാർ. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ദുബായിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. പ്രേംകുമാറിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. ഇതിനാൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം ഉൾപ്പെടെ പോലീസ് തേടുമെന്നാണ് സൂചന. പ്രതിക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പ്രമേഹ രോഗിയാണ് പ്രേംകുമാർ. പ്രമേഹം കൂടി തളർന്നു വീണതിനെ തുടർന്ന് ദിവസങ്ങളോളം രേഖയുടെ വീട്ടിൽ ഇയാൾ ചികിത്സയിലിരുന്നിട്ടുണ്ട്. അതേസമയം പ്രേംകുമാറിന്റെ മക്കൾ എവിടെയാണെന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. വീട്ടുകാരുമായി പോലും പ്രേംകുമാർ നല്ല ബന്ധത്തിലല്ല. അധികം സുഹൃത്തുക്കളുമില്ല. ഇതെല്ലാം പ്രേംകുമാറിനെ കണ്ടെത്താനുള്ള തടസ്സങ്ങളാണ്. 2019 ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. ഭാര്യയെ കൊലപ്പെടുത്തി കാമുകിക്കൊപ്പം സ്ഥിരതാമസം ആരംഭിച്ച പ്രേംകുമാർ പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ഗൾഫിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയിടുന്നത്. ഈ കേസിൽ 90 ദിവസത്തിനുള്ളിൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രേംകുമാർ ജാമ്യത്തിലിറങ്ങി. 5 മാസം മുൻപായിരുന്നു രേഖയെ വിവാഹം കഴിച്ചത്. തന്റെ ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചു പോയതാണെന്ന് ഇയാൾ രേഖയോട് കള്ളം പറഞ്ഞു. മാത്രമല്ല ഇയാൾ സ്വന്തം കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. കാക്കനാട് ഒരു ബാറിൽ മാനേജറായി ജോലി നോക്കുന്ന സമയത്താണ് രേഖയുമായി പരിചയത്തിലാകുന്നത്. സംസാരത്തിലും പെരുമാറ്റത്തിലും മാന്യനായിരുന്ന പ്രേംകുമാറിനെ രേഖയുടെ ബന്ധുക്കളും സംശയിച്ചിരുന്നില്ല. കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട രേഖയുടെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് തന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചാൽ മതിയെന്നായിരുന്നു പ്രേംകുമാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇരുവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിക്കുകയായിരുന്നു. ഇരുവരുടെയും കല്യാണ ചിത്രം കണ്ട ശേഷമാണ് വിവാഹ വിവരം ബന്ധുക്കൾ പോലും അറിയുന്നത്. ആദ്യ ഭാര്യ വാഹനമിടിച്ച് മരിച്ചെന്നാണ് പ്രേംകുമാർ രേഖയോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത്. പിന്നീട് കുറച്ചുകൂടെ നല്ലൊരു ഹോട്ടലിൽ ഇൻചാർജായി ജോലി ലഭിച്ചപ്പോൾ ഇരുവരും കോഴിക്കോട്ടേക്ക് താമസം മാറ്റി. കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ വീണ്ടും തിരികെ എത്തി. അധ്യാപികയായിരുന്ന രേഖയെ പ്രതി ഹോട്ടലിൽ സൂപ്പർവൈസർ ജോലി തരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൽ രേഖയ്ക്ക് അതൃപ്തിയുണ്ടായിരുന്നു. അധ്യാപികയായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് രേഖ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പ്രേംകുമാർ സൈക്കോയാണെന്നും സംശയരോഗിയാണെന്നും രേഖ പറഞ്ഞിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. രേഖയുടെ ഫോണും പ്രതി കൈക്കലാക്കിയിരുന്നു. അതിനാൽ തന്നെ രേഖ മറ്റൊരു ജോലിക്ക് ശ്രമിച്ചിരുന്നു. ആദ്യ ഭാര്യയിൽ പ്രതിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൾക്ക് 21 വയസ്സും ഇളയ മകന് 10 വയസ്സുമായിരുന്നു പ്രായം. മകൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു മാസത്തോളം രേഖയുടെ കുടുംബ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടികളും അമ്മയുടെ മരണത്തിൽ പിതാവ് പ്രതിയായിരുന്നുവെന്ന കാര്യം ഒരിക്കൽ പോലും പറഞ്ഞിരുന്നില്ല. ഈ വിവരം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രേഖയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് സംഭവശേഷം ബന്ധുക്കൾ പറഞ്ഞത്. പ്രേംകുമാർ ഒരു സ്ഥലത്തും അധിക നാൾ ജോലി ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയും ഒപ്പം കൂട്ടിയിരുന്നു. കൊലപാതകങ്ങൾ സംശയരോഗത്തെ തുടർന്ന് ഉണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായിട്ടുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത്. രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത്. വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത്. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് രേഖ പോലീസിൽ പറഞ്ഞിരുന്നു. ഇത് സംശയങ്ങൾക്കും ആക്കം കൂട്ടി.